ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പട്യാല ഹൗസ് കോടതിയിലേക്ക് തഖാവൂർ റാണയെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ തഖാവൂർ റാണയെ എത്തിക്കുന്ന സുരക്ഷാ വാഹനങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഒരു നീണ്ട വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതിലൊന്നിലാണ് തഖാവൂർ റാണയുള്ളത്. മുൻപിലും പിറകിലുമായി നിരവധി ഡൽഹി പോലീസിന്റെ സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തഖാവൂർ റാണയെ സുരക്ഷയൊരുക്കി ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നൽകും. ബൽറാം, ഇനിയിപ്പോൾ കോടതിയിലേക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എപ്പോൾ കോടതിയിലേക്ക് ഈ കോൺവോയ് എത്തും? അപ്പോൾ മാത്രമല്ല, അവിടെ NIA അഭിഭാഷകൻ ഇതിനോടകം തന്നെ പട്യാല ഹൗസ് കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. പ്രജിൻ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വാഹന വ്യൂഹം കോടതിയിലേക്ക് എത്തിച്ചേരും. കോടതിക്ക് പട്യാല ഹൗസ് കോടതിയുടെ പരിസരത്ത് ഈ വാഹന വ്യൂഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോടതിയുടെ പരിസരത്ത് തന്നെ വലിയൊരു വാഹന വ്യൂഹമാണ് പട്യാല ഹൗസ് കോടതി പരിസരത്തേക്ക് കോടതിയിലേക്ക് ഈ 4-ാം നമ്പർ ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഡൽഹി പോലീസിന്റെ പ്രത്യേക കവചിത വാഹനം തഖാവൂർ റാണയെ കൊണ്ടുവരുന്നതിനായി ഒരുക്കിയിരുന്നു. ഈ ഒരു വാഹനത്തിലാണ് തഖാവൂർ റാണയെ പ്രത്യേകമായി ഈ പട്യാല ഹൗസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. കനത്ത സുരക്ഷാ ഡൽഹി പോലീസ് ബൽറാം നെടുങ്ങാടിയാണ് ടെലിഫോൺ ലൈനിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. പട്യാല ഹൗസ് കോടതി വളപ്പിലേക്ക് ഇപ്പോൾ വാഹനവ്യൂഹം എത്തുന്നു. അതിലൊന്നിലാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രനായ തഖാവൂർ റാണ ഇപ്പോൾ ഉള്ളത്. ഈ ബസ്സിൽ അതോടൊപ്പം തന്നെ നിരവധി സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഡൽഹി പട്യാല ഹൗസ് കോടതിയിലേക്ക് തഖാവൂർ റാണയെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കനത്ത സുരക്ഷയാണ് ആ മേഖലയിലാകെ ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ NIA അഭിഭാഷകൻ പട്യാല ഹൗസ് കോടതിയിൽ എത്തിയിട്ടുണ്ട്. കോടതി നടപടികൾ അല്പസമയത്തിനകം തുടങ്ങും. ആദ്യം NIA കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതേ തുടർന്ന് കോടതിയിൽ നിന്നുള്ള ഉത്തരവുണ്ടാവും. അത് കാത്തുനിൽക്കുകയാണ്. NIA സംഘം പുറത്ത്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ വാഹനവ്യൂഹം അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിലൊന്നിലേക്ക് തോന്നുന്നു പോലീസ് ബസ്സിലാണ് തഖാവൂർ റാണ ഉള്ളത്. മൊത്തത്തിൽ മറച്ചിരിക്കുന്ന ബസ്സിലാണ് തഖാവൂർ റാണ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം 2-3 വാഹനങ്ങൾ കൂടി അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നടപടിക്രമങ്ങളിലേക്കാണ് കോടതി ഉടൻ തന്നെ ഈ NIA കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയല്ലേ ഉണ്ടാവുക? തീർച്ചയായും പ്രജിൻ, ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കും. തഖാവൂർ റാണയുമായുള്ള 6 വാഹനങ്ങളുടെ ഒരു വാഹന വ്യൂഹമാണ് പട്യാല ഹൗസ് കോടതിയിൽ അല്പസമയം മുമ്പ് എത്തിച്ചേർന്നത്. ഈ വാഹന വ്യൂഹത്തിൽ കവചിത വാഹനം ഒരു പോലീസിന്റെ വാനിലാണ് തഖാവൂർ റാണയെ കൊണ്ടുവന്നത്. മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, NIA സംഘം അടക്കമുള്ളവർ ഈ വാഹനങ്ങളിൽ വിവിധ വാഹനങ്ങളിലായി ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ നടപടികൾ ആരംഭിക്കും. കാരണം മണിക്കൂറുകളായി മറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ കാത്തിരിക്കുകയാണ്. തഖാവൂർ റാണയ്ക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ, NIA അഭിഭാഷകൻ അടക്കമുള്ളവർ ഇവിടെ കഴിഞ്ഞ മണിക്കൂറുകളായി തന്നെ കാത്തിരിക്കുകയായിരുന്നു. വരുന്നതിന് വേണ്ടി ഇപ്പോൾ തഖാവൂർ റാണയെ എത്തിച്ചിരിക്കുകയാണ് കോടതിയിലേക്ക്. വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി പോലീസും ഒപ്പം തന്നെ മറ്റ് ഏജൻസികളും ഒരുക്കിയിട്ടുണ്ട്. പട്യാല ഹൗസ് കോടതിയിലും പരിസരത്തും തഖാവൂർ റാണയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ തഖാവൂർ റാണയെ എത്തിച്ചിരിക്കുന്നു. 30 ദിവസത്തെ കസ്റ്റഡി തഖാവൂർ റാണയെ ലഭിക്കണം എന്ന ആവശ്യമാണ് NIA-ക്കുള്ളത്. അത് തഖാവൂർ റാണയെ വിശദമായ ചോദ്യം ചെയ്യലിന് ഈ കസ്റ്റഡി ആവശ്യമാണ് എന്നുള്ളതാണ് NIA-യുടെ ഒരു നിലപാട് എന്നുള്ളത്. കൂടാതെ മറ്റ് ക്രമീകരണങ്ങൾ, ചോദ്യം ചെയ്യലിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ NIA ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ബൽറാം, എന്തായാലും രാജ്യം നടങ്ങിയ മുംബൈ ഭീകരാക്രമണ കേസ് 2008 നവംബർ 26 തുടങ്ങി ഏതാണ്ട് 60 മണിക്കൂർ എന്ന് പറയുമ്പോൾ 5 ദിവസം നീണ്ടുനിന്ന വലിയ ഭീകരാക്രമണം, 166 പേരെ കൊന്നുതള്ളിയ ഭീകരാക്രമണം. അതിലേറ്റവും പ്രധാനപ്പെട്ട മുഖ്യ സൂത്രധാരനാണ് ഈ പറയുന്ന റാണയാണ് ഇപ്പോൾ ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, ഒപ്പം അജ്മൽ കസം, ഇവർക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സഹായങ്ങൾ ചെയ്തു നൽകിയ അല്ലെങ്കിൽ ഇതിന്റെ മൊത്തത്തിലുള്ളൊരു മുഖ്യ സൂത്രധാരനെയാണ് ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം NIA കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുകയും ചെയ്യും. ഇപ്പോൾ ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുന്നതും കാണാം. വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിലൊരു ഒരു ഉത്തരവുണ്ടാവുക എന്നതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും
യെസ്, ബൽറാമിന്റെ ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട്. ഞാൻ ബൽറാമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൽ ഒരു കവചിത വാഹനം, പോലീസ് വാനാണ് ഉണ്ടായത്. അതിനകത്താണ് തഹാവൂർ റാണ ഉള്ളത് എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ 4-6 വാഹനങ്ങൾ കോടതിക്ക് വളപ്പിനകത്തേക്ക് പ്രവേശിച്ചു. കോടതി ഗേറ്റും കടന്ന് അകത്തേക്ക് പ്രവേശിച്ചത് 6 വാഹനങ്ങളാണ്. അതിലൊന്നിലാണ് തഹാവൂർ റാണ ഉണ്ടായത്. ഇപ്പോൾ കോടതിക്കകത്തേക്ക് തഹാവൂർ റാണയെ എത്തിച്ചിട്ടുണ്ട്. കോടതിക്ക് മുന്നിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതിലാണ് കോടതിയുടെ ഒരു ഉത്തരവുണ്ടാവുക. 30 ദിവസത്തെ കസ്റ്റഡി വേണം എന്നാണ് എൻഐയുടെ ആവശ്യം. ബൽറാം, നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക. അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ സജ്ജമാണ്. എന്താണോ കോടതി പറയുന്നത് അതനുസരിച്ച് എൻഐയുടെ നീക്കം ഉണ്ടാകും. 30 ദിവസം എൻഐയെ പ്രതീക്ഷിക്കുന്നു കസ്റ്റഡിയിൽ, അല്ലേ? എന്ന ആവശ്യമാണ് എൻഐഎ ഉന്നയിക്കുന്നത്. അത് 15 ദിവസം ലഭിച്ചാൽ പോലും അത് തൃപ്തികരം എന്ന ഒരു നിലപാടാണ് എൻഐഎ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് തഹൂർ റാണയെ. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. 17 വർഷം മുമ്പ് ഉള്ള ഒരു ഭീകരാക്രമണം, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാൻ അല്പം ഇപ്പോൾ പട്യാല എൻഐഎ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. മുംബൈ ഭീകരാക്രമണ കേസിൽ അറിയാൻ ഏറെയുള്ള കേസിൽ ഒരുപാട് നിർണായക വിവരങ്ങൾ തേടേണ്ട പ്രതി തഹാവൂർ റാണ 16 വർഷത്തിന് ശേഷം ഇന്ത്യയിലെത്തുന്നു. 2008 ഈ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട് ഇതിനനുബന്ധമായി എൻഐഎ രൂപീകരിച്ചതിന് ശേഷം ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIRമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തഹാവൂർ റാണയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പട്യാല കോടതിയിൽ ഹാജരാക്കി 30 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ കൂടി തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങാനായിരിക്കും തീരുമാനം. സ്വാഭാവികമായി അമേരിക്ക ചെറിയ ഉപാധികളോടെയാണ് തഹാവൂർ റാണയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. തഹാവൂർ റാണയെ വിട്ടുകൊടുത്തിരിക്കുന്നത്. നിയമസഹായം, ഒപ്പം സുരക്ഷ, അങ്ങനെ അതീവ സുരക്ഷയുള്ള ജയിലായിരിക്കും തഹാവൂർ റാണയെ പാർപ്പിക്കുക. നിലവിൽ നമ്മൾ ദൃശ്യങ്ങളടക്കം കണ്ടതുപോലെ കോടതി മധ്യേ മുഴുവൻ കോടതിയിലെ പോകുന്ന വഴികളാകെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ രാത്രി വൈകി ഇപ്പോൾ പട്യാല കോടതിയിൽ തഹാവൂർ റാണയെ ഹാജരാക്കുന്നതിന് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഏകദേശം രാത്രിയോടുകൂടിയാണ് പ്രത്യേക വിമാനത്തിൽ അമേരിക്ക വിട്ടു നൽകിയ തഹാവൂർ റാണയുമായി ഇന്ത്യൻ അന്വേഷണ സംഘം ഇന്ത്യയിലെത്തിയത്. ഇപ്പോൾ അവിടെ നിന്ന് പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് പട്യാല കോടതിയിലേക്ക് ഒട്ടും സമയം വൈകാതെ തന്നെ തഹാവൂർ റാണയെ എത്തിച്ചു, അവിടെ ഹാജരാക്കിയിരിക്കുന്നു. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി നമ്മോടൊപ്പം ചെയ്യുന്നു. ബൽറാം, ഒരുപാട് നിർണായക വിവരങ്ങൾ തേടേണ്ട പ്രതിയാണ്. ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയെ ആദ്യമായാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ആദ്യമായാണ് ചോദ്യം ചെയ്യൽ തുടങ്ങാൻ പോകുന്നത്. എത്ര ദിവസത്തെ കസ്റ്റഡിയാണ് കൃത്യമായി ആവശ്യപ്പെടുന്നത്? ഇനി എന്തൊക്കെയായിരിക്കും നടപടിക്രമങ്ങൾ? അവിടെ വലിയ സമയമെടുക്കാൻ സാധ്യതയുണ്ടോ കോടതി നടപടിക്രമങ്ങൾ? സുഹൈൽ, നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങളായിരിക്കും കോടതിയിൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ നിലയിൽ ഇത്രയും ഒരു രാജ്യം തന്നെ ഉറ്റുനോക്കിയ, രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണ കേസിലെ പ്രതി ആണ് തഹൂർ റാണ. നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് US നിന്നും തഹൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നതും ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞിരിക്കുന്നതും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ തഹൂർ റാണയുടെ റിമാൻഡ് അടക്കമുള്ളവ സമർപ്പിക്കുക, കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കുക എന്നുള്ളതാണ് NIA ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും 30 ദിവസത്തെ കസ്റ്റഡിയിൽ തഹൂർ റാണയെ വേണം എന്ന ആവശ്യമാണ് NIAക്ക് ഉള്ളത്. എങ്കിൽ മാത്രമേ വിശദമായ ചോദ്യം ചെയ്യലുകൾ സാധ്യമാകൂ എന്ന നിലപാടിലാണ് NIA ഉള്ളത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഈ 17 വർഷം മുൻപത്തെ ഒരു കേസാണ്, ഈ ഭീകരാക്രമണ കേസാണ് NIA ഇപ്പോൾ, അല്ലെങ്കിൽ കോടതിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ, അതിൽ പങ്കുള്ള മറ്റാളുകൾ, ഇന്ത്യയിൽ മറ്റ് സഹായങ്ങൾ ലഭിച്ചിരുന്നു, പാകിസ്ഥാന്റെ ISI, ലഷ്കർ-ഇ-ത്വയ്ബ അടക്കമുള്ളവയ്ക്ക് ഇതിലുള്ള ബന്ധം സംബന്ധിച്ച് NIAക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഏജൻസികൾക്ക് അല്ലെങ്കിൽ പാക് ഭരണകൂടത്തിന് ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ NIAക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് 30 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ എന്ന ആവശ്യം NIA മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് 15 ദിവസം ലഭിച്ചാൽ പോലും തൃപ്തികരം എന്ന ഒരു നിലപാടിൽ തന്നെയാണ് NIA ഉള്ളത്. ഈ കോടതിയിൽ അഭിഭാഷകരുടെ വലിയൊരു സംഘം തന്നെ NIAക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. ഈ കേസിനായി തന്നെ പ്രത്യേക അഭിഭാഷകരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ചിരുന്നു. അദ്ദേഹം അടക്കമുള്ള വലിയൊരു അഭിഭാഷക സംഘമാണ് ഈ കേസിൽ NIAക്ക് വേണ്ടി ഹാജരാകാൻ എത്തിയിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകരുടെ വലിയൊരു സംഘം നേരത്തെ തന്നെ ഏതാണ്ട് 6:30 തന്നെ കോടതിയിൽ എത്തിയിരുന്നു. അതിന് ശേഷം പിന്നീടും സമയം നീണ്ടുപോകുകയായിരുന്നു.
പാലം വിമാനത്താവളത്തിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറക്കാനുള്ള സമയം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നും ഏതാണ്ട് 3 മണിക്കൂറോളം വൈകിയിരിക്കുന്നു. അത് എങ്കിൽ പോലും ഇന്ന് അവധി ദിവസമാണ് കോടതിക്ക്. എങ്കിലും ജഡ്ജി അടക്കമുള്ളവർ കോടതിയിൽ എത്തുകയായിരുന്നു. തഹൂർ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, ഒപ്പം ആരോഗ്യ പരിശോധന നടത്തുക, മറ്റ് സാങ്കേതികമായ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നിവയാണ് സമയമെടുത്തത് എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.